ഹായ് നമസ്കാരം. കാത്തുനിൽപ്പിന് വിരാമമിട്ടുകൊണ്ട് അങ്ങനെ സായിപ്പ് വന്നെത്തുകയായി. നമ്മുടെ സ്വന്തം പല്ലാട്ട് ബ്രഹ്മദത്തൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ 8ാം തിരു ഉത്സവത്തിൽ പങ്കെടുക്കുവാനാണ് ഇദ്ദേഹം ഇന്നിവിടെ വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോയാലോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തണേ. തൻ്റെ പാപ്പാനെ ജീവനേക്കാൾ ജീവനായി സ്നേഹിച്ച ഒരു ആന, പൊതുവെ നമ്മൾ സായിപ്പ് എന്ന് വിളിക്കുന്ന ഇവൻ മലയാളക്കരയുടെ എക്കാലത്തെയും ഒരു അഭിമാന ആൺപിറവി തന്നെയാണ്. നടയിലോ അമരത്തിലോ ഒരു ചങ്ങലകളുടെ ബന്ധനം പോലുമില്ല. ഒരുപക്ഷെ വാഹനങ്ങളിൽ വരുമ്പോൾ മാത്രമായിരിക്കും ഇവരെ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ സുബ്രഹ്മണ്യൻ്റെ മണ്ണിലേക്ക് അവൻ കാലുകുത്താൻ പോവുകയാണ്. ഈ സമയം ക്യാമറയ്ക്ക് പിറകിലായി ഒരാൾ, അദ്ദേഹം ആന ഇറങ്ങുന്ന സമയത്ത് ഈ ഭഗവാനെ ഒന്ന് തൊടണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേട്ടുകൊണ്ടാണ് ഞാൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ ഹരിപ്പാടിൻ്റെ മണ്ണിലേക്ക് ഇറങ്ങുന്ന ആ കാഴ്ചകൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്കിലും ആനകളെ ആനപ്പാപ്പാന്മാരുടെ അനുവാദം കൂടാതെ സ്പർശിക്കുവാൻ പാടില്ല. ദൂരെ നിന്ന് കാണുക, ആസ്വദിക്കുക, അത്രമാത്രം. ആനകളും മനുഷ്യരെ പോലെ തന്നെ വ്യക്തിത്വമുള്ള ഒരു ജീവിവർഗമല്ലേ? നമ്മുടെ ദേഹത്ത് തന്നെ അനാവശ്യമായി ഒരാൾ തൊടുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ദേഷ്യമുണ്ടാക്കാം, അല്ലേ? അതുപോലെ തന്നെയാണ് ആനകളും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കെ ഒരാൾ ഇവിടെ ലോറിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് അദ്ദേഹമാണ് ആ തൊടാൻ പോകുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇടത്ത് സൈഡിൽ. കൂടെയുള്ള ആളുകൾ പറഞ്ഞ് വിലക്കുന്നുമുണ്ട് തൊടാൻ പാടില്ല എന്ന്. തൊട്ടടുത്തായി ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. അവിടേക്കാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചാണ് സ്വീകരണം നൽകുന്നത്. വന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ. ഇനി നടയിലും അമരത്തിലുമൊക്കെ ചങ്ങലകൾ അണിയിക്കുന്ന ആ കാഴ്ചയാണ്. എത്ര അനുസരണയോടുകൂടിയാണ് അവൻ നിൽക്കുന്നത്. ഇവർ 2ാം പാപ്പാനും 3ാം പാപ്പാനുമൊക്കെയാണ്. ചില ആനകൾക്ക് 1ാം ചട്ടക്കാരൻ ഇല്ലാതെ അടുത്തേക്ക് ചെല്ലാൻ തന്നെ അനുവദിക്കുകയില്ല. അങ്ങനൊരു പ്രശ്നം ഇവന് ഇല്ലെന്ന് തന്നെ പറയാം. എത്ര സ്വാതന്ത്ര്യത്തോടെയാണ് അവൻ്റെ സഹപ്രവർത്തകർ അവൻ്റെ അടുത്ത് പെരുമാറുന്നത്. അതുതന്നെയാണ് പല്ലാട്ട് ബ്രഹ്മദത്തൻ എന്ന നമ്മൾ പൊതുവെ സായിപ്പെന്ന് വിളിക്കുന്ന ഇദ്ദേഹത്തിന് വേർതിരിച്ച് നിർത്തുന്ന ആ ഒരു കാര്യവും. 8 മണിയോടുകൂടി സ്വീകരണം നൽകി ക്ഷേത്രത്തിലേക്ക് ആനയിക്കും എന്നായിരുന്നു. എന്നാൽ 8 മണിക്ക് ശേഷമാണ് ഇദ്ദേഹം ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. സമയം കുറച്ച് വൈകി എന്ന് തന്നെ പറയാം. നമ്മുടെ റോഡിലൂടെ ഇപ്പോൾ ഓടിയെത്താൻ തന്നെ ഒരുപാട് താമസമല്ലേ? ഹൈവേയുടെ ആ വർക്കുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഉത്സവപ്പറമ്പിൽ നിന്ന് അടുത്ത ഉത്സവപ്പറമ്പിലേക്കുള്ള ഓട്ടത്തിനിടയിൽ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ എത്തിപ്പെടാൻ താമസിച്ചു എന്ന് തന്നെ വരാം. അദ്ദേഹത്തിനെ സ്വീകരിക്കാനുള്ള കമ്മിറ്റിക്കാർ എല്ലാം തന്നെ റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ അമരത്തിലെ ചങ്ങലകളും ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ എന്തിനായിരിക്കാം ഒരു ആനയ്ക്ക് ഇത്രയധികം ചങ്ങലകൾ അമരത്തിലും നടയിലും ഒക്കെയായി? ഇത് നമ്മുടെ സ്വന്തം ഏവൂരാനാണ്, ഏവൂർ കണ്ണൻ. എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ എന്നായിരിക്കാം ഒരുപക്ഷെ ആ തുമ്പി പൊക്കി ചോദിച്ചത് അദ്ദേഹം. കുളിയൊക്കെ കഴിഞ്ഞ് ഇനി സ്വീകരണം ഏറ്റുവാങ്ങേണ്ട ആ ചെറിയ ക്ഷേത്രത്തിലേക്ക് എത്തുകയായി. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ തിരുനടയിലെത്തി. കമ്മിറ്റിക്കാർ എല്ലാവരും തന്നെ അദ്ദേഹത്തിനെ സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ ചെറിയൊരു പൂജാതി കർമ്മങ്ങൾ കൂടിയുണ്ട്. അതിനുശേഷം സുബ്രഹ്മണ്യൻ്റെ നടയിലേക്ക് അദ്ദേഹത്തിനെ സ്വീകരിച്ച് ആനയിക്കുന്നതാണ്. ഇനി കുറച്ച് അലങ്കാര പണികൾ കൂടിയുണ്ട് അദ്ദേഹത്തിന്. അതിനായുള്ള തയ്യാറെടുപ്പിലാണ് പാപ്പാന്മാർ. ഇദ്ദേഹത്തിനെ സ്വീകരിക്കാനെത്തിയ മറ്റൊരാളാണ് ഏവൂർ കണ്ണൻ.
കൂട്ടത്തിൽ ഒരാൾ കൂടിയുണ്ട്, നമ്മുടെ പുല്ലൂറ്റ് ഉണ്ണികൃഷ്ണൻ. അദ്ദേഹമാണ് ബ്രഹ്മദത്തൻ്റെ പുറകിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് പൊട്ട് തൊടുക്കുകയാണ്. ഇനി വാദ്യമേളങ്ങളോടുകൂടിയും ഏവൂർ കണ്ണന് പുല്ലൂറ്റ് ഉണ്ണികൃഷ്ണൻ്റെ അകമ്പടിയോടുകൂടി കമ്മിറ്റിക്കാർ സുബ്രഹ്മണ്യ സ്വാമിയുടെ നടയിലേക്ക് അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവരുന്ന ആ അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. Yeah!
വിചാരിക്കുന്നത്